ഫ്രണ്ട്സ്, നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചില ആളുകൾക്ക് അവരെവിടെ പോയാലും അവർക്ക് ലഭിക്കേണ്ട റെസ്പെക്റ്റ് തീർച്ചയായിട്ടും ലഭിക്കും. എന്നാൽ മറ്റു ചിലർക്ക് അവരിപ്പോൾ ഓഫീസിലാണെങ്കിലും ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ആരും തന്നെ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. സോ എന്തായിരിക്കും ഒരു ഹൈ വാല്യൂ പേഴ്സണും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്? എന്തൊക്കെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആയിരിക്കും ഇവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക? ഇനി നിങ്ങൾക്കും തോന്നുന്നുണ്ടോ നിങ്ങളെയും ആരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു 5 പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വാല്യൂ വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്പർ 1, ഇൻക്രീസ് യുവർ വാല്യൂ മെൻ്റലി. ശരിക്കും നിങ്ങളുടെ വാല്യൂ സെറ്റ് ചെയ്യുന്നത് അത് ആരാണെന്നറിയോ? അത് മറ്റാരും തന്നെയല്ല, നിങ്ങൾ തന്നെയാണ്. സോ മറ്റുള്ളവർ നിങ്ങളെ ഒരു ഹൈ വാല്യൂ പേഴ്സണായിട്ട് കാണണമെങ്കിൽ, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെയൊക്കെ തുടക്കമെന്നുള്ളത് നിങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതായത് നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം ഒരു ഹൈ വാല്യൂ പേഴ്സണായിട്ട് കാണണം. അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സ് നിങ്ങളുടെ ലൈഫിൽ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളോടുള്ള വാല്യൂ കുറവാണെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങളെ ഒരു ഹൈ വാല്യൂ പേഴ്സണായിട്ട് തോന്നില്ല. സോ നിങ്ങൾക്ക് ഒരു ഹൈ വാല്യൂ പേഴ്സണായിട്ട് മാറണമെങ്കിൽ ഒരു ഹൈ വാല്യൂ പേഴ്സണിൻ്റെ മൈൻഡ് സെറ്റ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ബട്ട് മെജോറിറ്റി ആളുകളും സ്വയം അവരെ ജഡ്ജ് ചെയ്യുക മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവ്സിൽ നിന്നുകൊണ്ടായിരിക്കും. അതായത് മറ്റുള്ളവർ എന്താണോ അവരെക്കുറിച്ച് പറയുന്നത് അത് അവരുടെ വാല്യൂ ആയിട്ട് അവർ സെറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, 2016 2000 പേരെ വെച്ചുകൊണ്ട് ഒരു സർവേ കണ്ടക്ട് ചെയ്തു. ഇതിൽ പുതിയതായിട്ട് ജോലി ലഭിച്ച 60% ആളുകളും അവരുടെ സാലറിക്ക് വേണ്ടിയിട്ട് നെഗോഷിയേറ്റ് ചെയ്തില്ല. അവർക്ക് എത്ര സാലറി ആണോ ഓഫർ ചെയ്തത് അത് അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. ബിക്കോസ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവർ അത്ര മാത്രമേ ഡിസർവ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അവരുടെ വാല്യൂ അത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളതായിരുന്നു. ഇതിനുള്ള കാരണം മെജോറിറ്റി ആളുകളും മറ്റുള്ളവർക്ക് നല്ല വാല്യൂ നൽകും, ബട്ട് സ്വയം അവർക്ക് വളരെ കുറഞ്ഞ വാല്യൂ മാത്രമേ നൽകുകയുള്ളൂ. ഇനി ഒരു വാല്യൂവിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ദ റിഗാർഡ് ദാറ്റ് സംതിങ് ഈസ് ഹെൽഡ് ടു ഡിസേർവ് ദ ഇമ്പോർട്ടൻസ്, വർത്ത് ഓർ യൂസ്ഫുൾനെസ് ഓഫ് സംതിങ്. അതായത് ഒരാൾ എന്താണോ ഡിസർവ് ചെയ്യുന്നത് അതേ വാല്യൂ മാത്രമേ അയാൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾ എത്രത്തോളം നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ടോ അതേ വാല്യൂ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കും. സോ മെൻ്റലി നിങ്ങളുടെ വാല്യൂ വർദ്ധിക്കണമെങ്കിൽ ചില പ്രിൻസിപ്പിൾസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം. എക്സാമ്പിളായിട്ട് നിങ്ങളോടോ മറ്റുള്ളവരോടോ എന്തെങ്കിലും പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ നിങ്ങളിലുള്ള മോശം ഹാബിറ്റ്സിനെ ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കാതിരിക്കുക. അതിന് പകരം ഡെയിലി അതിനോട് ഫൈറ്റ് ചെയ്യുക. മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ നിങ്ങൾ ഒഴിവാക്കുക. ആൻഡ് ഡെയിലി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച ഗോൾസൊക്കെ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആക്കുക. സോ ഇത്രയും പ്രിൻസിപ്പിൾസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ്, വാല്യൂ ഇതൊക്കെ വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്പർ 2, ഇൻക്രീസ് യുവർ വാല്യൂ സോഷ്യലി. സൂപ്പർമാൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന ഹെൻറി കാവിൽ ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിലെ 80% സക്സസ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ഡീൽ ചെയ്യുന്നത്, അവരോട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഇതിനെ ആശ്രയിച്ചിരിക്കും എന്ന്. ഇതുമായി ബന്ധപ്പെട്ട് 282 ആളുകൾക്കിടയിൽ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തു. ഇതിലെ 56% ആളുകളും പറഞ്ഞത് അവർക്ക് അവരുടെ ജോബ് ലഭിച്ചത് അവരുടെ പേഴ്സണൽ കോണ്ടാക്റ്റ് മുഖേനയാണ് എന്നുള്ളതായിരുന്നു. ഇനി 19% ആളുകൾ പറഞ്ഞത് അവർക്ക് ജോബ് ലഭിച്ചത് ത്രൂ അഡ്വർടൈസ്മെൻറ്റ് വഴിയാണ് എന്നുള്ളതായിരുന്നു. ഇനി 10% ആളുകൾ പറഞ്ഞത് അവർ മാനുവലി സെർച്ച് ചെയ്ത് അവർക്ക് വേണ്ട ജോബ് കണ്ടെത്തി എന്നുള്ളതായിരുന്നു. ഇവിടെ ആ ഒരു 56% ആളുകൾക്കും ജോലി ലഭിച്ചത് അവരുടെ സോഷ്യൽ കോണ്ടാക്റ്റ് വെച്ചുകൊണ്ടായിരുന്നു. സോ നിങ്ങൾ സോഷ്യലി വാല്യുബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരും. സോ സോഷ്യലി നിങ്ങളുടെ വാല്യൂ വർദ്ധിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങളിൽ അത്യാവശ്യമാണ്. അതിൽ നമ്പർ 1, മാസ്റ്റർ യുവർ കമ്മ്യൂണിക്കേഷൻ. ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ബട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഒരു സുപ്പീരിയർ മെൻറ്റാലിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങളെ സ്മാർട്ടായിട്ട് കാണിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അമിതമായിട്ട് സംസാരിക്കാതെ അത്യാവശ്യത്തിന് മാത്രം നിങ്ങൾ സംസാരിക്കുക. നമ്പർ 2, ലിമിറ്റ് യുവർ സെൽഫ്. നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ ലിമിറ്റഡ് ആക്കി വെക്കണം. എപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് അവൈലബിൾ ആയിട്ടിരിക്കരുത്. മറ്റുള്ളവർ നിങ്ങളുടെ ടൈമിനെ നന്നായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ കാണാനും കുറച്ച് പ്രയാസമാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ നന്നായിട്ട് വാല്യൂ ചെയ്യും. കാരണം സപ്ലൈ കുറയും തോറും ഡിമാൻഡ് വർദ്ധിക്കും. സോ ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. നമ്പർ 3, ഡെവലപ്പ് ഇമോഷണൽ ഇൻ്റലിജൻസ്.
ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ഫീലിങ്സിനെ അതുപോലെ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരാൾ നിങ്ങളോട് ഒരു കാര്യം പറയുമ്പോൾ അത് അയാൾ എന്തുകൊണ്ട് പറയുന്നു, ആ ഒരു സമയത്തുള്ള ആളുടെ ഒരു ഇമോഷൻ എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കണം. നിങ്ങൾ മറ്റുള്ളവരോട് എംപതി കാണിക്കുമ്പോൾ അവരുടെ ഇമോഷൻസിനെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും വാല്യൂ ചെയ്യുകയും ചെയ്യും. നമ്പർ 3, ഇൻക്രീസ് യുവർ വാല്യൂ ഫൈനാൻഷ്യലി. ഫ്രണ്ട്സ്, പൊതുവേ നമ്മളോട് എല്ലാവരും പറയുന്നൊരു കാര്യമായിരിക്കും നമ്മളുടെ ക്യാരക്ടർ, ബിഹേവിയർ ഇതൊക്കെ നന്നാക്കണം, എന്നാൽ നമ്മളെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ളത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ കയ്യിൽ നല്ല രീതിയിൽ കാശ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഒരാളുടെ ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ ഇത് നന്നായതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ഓക്കെ ആവില്ല. അയാളുടെ കയ്യിൽ നന്നായിട്ട് കാശും ഉണ്ടായിരിക്കണം. ബിക്കോസ് എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് സ്മൂത്തായിട്ട് പോവുള്ളൂ, നിങ്ങളുടെ പവർ ആൻഡ് വാല്യൂ വർദ്ധിക്കുകയുള്ളൂ. ഇതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു റിയാലിറ്റി തന്നെയാണ്. അതായത് പണം എന്നുള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇത് നമ്മുടെ ലൈഫിലേക്ക് ഫ്രീഡം, ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, സൊസൈറ്റിയിൽ നമുക്ക് നല്ല വാല്യൂ, പവർ ഇതൊക്കെ നൽകും. നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കണമെങ്കിൽ അവിടെ പണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ശരിയായ രീതിയിൽ സ്പെൻഡ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിലൂടെ നമ്മുടെ നെറ്റ് വർത്ത്, ഫിനാൻഷ്യൽ വാല്യൂ ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്പർ 4, ഇൻക്രീസ് യുവർ വാല്യൂ ഫിസിക്കലി. നിങ്ങൾ നിങ്ങളെ തന്നെ നന്നായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട്. ഇത് കാണിക്കാനുള്ള ബെസ്റ്റ് വേ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണം. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ളത് നിങ്ങൾ പറയാതെ തന്നെ കുറേ കാര്യങ്ങളെ നിങ്ങളെപ്പറ്റി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഡിസിപ്ലിൻ, സ്ട്രെങ്ത് ഇതൊക്കെ ഒരാൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് നല്ലൊരു ഫിസിക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് മാറും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. സെലിബ്രിറ്റീസ്, ക്രിക്കറ്റേഴ്സ് ഇവരിലേക്കൊക്കെ കൂടുതൽ ആളുകളും അട്രാക്റ്റ് ആയിട്ട് മാറുന്നത് അവരുടെ ഫിസിക്കൽ വാല്യൂ നോക്കിയിട്ടാണ്. ഒരാളുടെ നല്ല ലുക്ക്, നല്ല ബോഡി എന്നൊക്കെ ഉള്ളത് അയാൾ എത്രത്തോളം അയാളെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഒരാൾ നല്ല ഫാറ്റി ആണെങ്കിൽ, സ്കിന്നി ആണെങ്കിൽ, നല്ലൊരു ഹൈജീൻ അയാൾ കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് നൽകുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അയാൾ സ്വയം അയാളെ വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഫിസിക് എത്രത്തോളം ഇമ്പ്രൂവ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ഇമ്പ്രൂവ് ആക്കുക. ഇത് നിങ്ങളുടെ വാല്യൂ കൂടാൻ കാരണമാകും, നിങ്ങളുടെ കോൺഫിഡൻസും വർദ്ധിക്കും. നമ്പർ 5, ഇൻക്രീസ് യുവർ വാല്യൂ മോറലി. നിങ്ങളുടെ വാല്യൂ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നിങ്ങൾ വാല്യൂ ആഡ് ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് ഇമാജിൻ, ഇപ്പോൾ ഒരു ഓഫീസിൽ 2 എംപ്ലോയീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പേഴ്സൺ ഒരു എംപ്ലോയി ചെയ്യേണ്ട ആ ഒരു ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. അയാളുടെ പെർഫോമൻസും ആവറേജ് ആണ്, ഒരുപാട് സമയവും എടുക്കുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ എംപ്ലോയി കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ എംപ്ലോയി ചെയ്യുന്നതിനേക്കാളും ഒരുപാട് എഫേർട്ട് അയാളവിടെ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല അയാളുടെ ക്വാളിറ്റി ഓഫ് വർക്കും വളരെ മികച്ചതാണ്. ഇപ്പോൾ ആ ഒരു കമ്പനിയിൽ ഒരു പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ 2 പേരിൽ ആർക്കായിരിക്കും ചാൻസ് കൂടുതൽ? തീർച്ചയായിട്ടും സെക്കൻഡ് പേഴ്സൺ ആയിരിക്കും, അല്ലേ? കാരണം ഫസ്റ്റ് പേഴ്സണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇയാൾ കൂടുതൽ വാല്യൂ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതേ കാര്യമാണ് നമ്മൾ മറ്റെല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വാല്യൂ എന്നുള്ളത് അത് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങാൻ മാത്രമല്ല അവരുടെ ലൈഫിലേക്ക് വാല്യൂ ആഡ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ഇതെന്നുള്ളത് നിങ്ങളുടെ വാല്യൂ വർദ്ധിക്കാൻ കാരണമാകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.